യോഗ്യതയുള്ളവർ പദവികളിലേക്ക് എത്തുമ്പോൾ മറ്റ് മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അയോഗ്യതയാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് തളിപ്പറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്യാമള. തളിപ്പറമ്പ് ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം പ്രശ്നമേയല്ല എന്നും PK ശ്യാമള ന്യൂസ് 18 പറഞ്ഞു. PK ശ്യാമള തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട് പ്രചരണം? ഉഷാറായിട്ട് പോകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ വോട്ട് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങൾ, ചില വ്യക്തികൾ, അസുഖങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനമായി ഉയർത്തുന്ന മുദ്രാവാക്യം? പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടം, അത്തരം കാര്യങ്ങൾ തന്നെയാണോ? അതെ 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 വലിയ രീതിയിൽ ഈ 5 വർഷക്കാലമായി പ്രത്യേകിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ എഫക്റ്റ് ചെയ്യുന്ന നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജനങ്ങൾ തന്നെ ഞങ്ങൾ പോകുമ്പോൾ പ്രായമുള്ള ആളുകൾ, നിങ്ങൾ മനസ്സിലാവാത്ത ആളുകൾ, നിങ്ങൾ പിണറായിയുടെ ആളുകളാണോ? അപ്പോൾ അതേന്ന് പറയുമ്പോൾ അറിയാതെ പിണറായി തുടരണം, ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തന്നിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ ഗവൺമെൻറ് ഏറ്റുവാങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. ടീച്ചറെ സംബന്ധിച്ചോളം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. വർഷങ്ങളായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ഈ ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? അതെ അതെ ചിരപരിചിതമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുണ്ടാകുന്നത്. എല്ലാ ആളുകളും പേര് വിളിച്ച് തന്നെ അഭിസംബോധന ചെയ്യും. നല്ല രീതിയിലെ പ്രതികരണം തന്നെയാണ് ആളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ ഇത് പറയുമ്പോൾ വിവാദത്തിനല്ല, പക്ഷേ TK ഗോവിന്ദ മാഷ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹമാണ് എതിരായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലതൊരു വെല്ലുവിളിയായി ഉയരുന്നുണ്ടോ? ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയുമില്ല. ഇല്ല, അതൊന്നും ഒരു വെല്ലുവിളിയാവുന്നില്ല. തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. ആ സ്വാധീനം നിലനിർത്തി പോകാൻ തന്നെ സാധിക്കും. അതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നേ ഇല്ല. ടീച്ചർ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തനിക്ക് നേരെ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചരണമൊക്കെ വരുന്നത്. അത് അങ്ങനെ ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ? വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല, വനിത പ്രചരണം വരുന്നതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ വനിത ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതിൻ്റെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അംഗീകാരത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ മകൾ എന്നൊക്കെ പറയുന്ന ഒരു പുരുഷ മേധാവി, അതൊരു ശരിക്കും ഒരു അയോഗ്യതയാണ്. കാരണം ടീച്ചർ വർഷങ്ങളായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. ഇതുവരെ ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതൊരു കുറവാണോ? അത് അയോഗ്യതയായി കാണാൻ വേണ്ടി പറഞ്ഞ പൊതുവായിട്ട് പറയുന്നത് XOR ഞാനോ വേറെ ആരോ ആർക്കായാലും അവിടെ യോഗ്യത അടിസ്ഥാനപ്പെടുത്തി ഇതുപോലുള്ള പദവികളിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ അയോഗ്യതയാക്കി അത് ചുരുക്കി കാണാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കോ? എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമാശക്കാണ് ചോദിക്കുന്നത്. LDF ഭരണത്തിൽ വരുന്നതാണ് നേരത്തെ തീരുമാനിച്ചില്ല. അങ്ങനെ ഒരു മന്ത്രി തളിപ്പറമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് അങ്ങനെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സ്ഥാനാർത്ഥിയാകുമെന്നോ മന്ത്രിയാവുന്നോ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ ഓരോ ഘട്ടത്തിലും പാർട്ടി തീരുമാനിക്കുന്നതാണ്. എല്ലാ സ്ഥാനാർത്ഥിത്വമായാലും അതുപോലെ എല്ലാ കാര്യങ്ങളും. എന്നാലും വിജയാശംസകൾ. എന്തായാലും ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കും എന്ന് തന്നെയാണ് PK ശ്യാമള ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ഒരുക്കത്തിലാണ് PK ശ്യാമള ഉള്ളത്. KV ബൈജു, ന്യൂസ് 18, കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.